ഹായ് നമസ്കാരം. പാർട്ട് 3യിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു ഡ്രോയിങ്ങിൽ കണ്ണിൻ്റെ പോർഷനാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തത്. ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് നോസിൻ്റെ ഏരിയ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ ഈ ഒരു ഏരിയ ചീക്കിൻ്റെ പോർഷനും ലിപ്പിൻ്റെ പോർഷനൊക്കെ കുറേശ്ശെ നമ്മൾ വരച്ച് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു പെൻസിൽ ക്രീം കളർ ഉപയോഗിക്കാം ബേസ് ലെയർ ആയിട്ട് നോസിൻ്റെ ഭാഗം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ലൈറ്റ് പ്രഷറിൽ നമുക്ക് ഷെയ്ഡ് ചെയ്ത് ആരംഭിക്കാം. ഈ ഒരു ഡ്രോയിങ്ങിൻ്റെ റെഫറൻസ് ഇമേജ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അവിടെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നോസിൻ്റെ ഈ ഒരു ഭാഗം നല്ലപോലെ സ്റ്റഡി ചെയ്യുക. റെഫറൻസ് ഇമേജ് നിങ്ങൾ നല്ലപോലെ നോക്കി മനസ്സിലാക്കിയതിന് ശേഷം അതിന് യോജിച്ച കളറുകൾ നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ബേസ് ലെയർ ആയിട്ട് ഈ ഒരു വർണ്ണമാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇതില്ല എങ്കിൽ നിങ്ങൾക്ക് ലൈറ്റ് ഓറഞ്ച് കളറും യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പ്രകാശം അടിക്കുന്ന ഈ ഒരു ഏരിയ ഞാൻ കുറച്ച് ഒഴിച്ചിടുന്നുണ്ട്, അതുകൂടെ ശ്രദ്ധിക്കുക. സാവധാനം ഷെയ്ഡിങ് കംപ്ലീറ്റ് ചെയ്യുക. ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടാണ് ഞാൻ ഈ ഒരു ഡ്രോയിങ് ചെയ്യുന്നത്. ഓക്കെ, അത്യാവശ്യം വരക്കുന്ന ആളുകൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഞാൻ അധികം റിയലിസ്റ്റിക്കിലേക്ക് ഞാൻ കൊണ്ടുപോയിട്ടില്ല. പഠിച്ചു തുടങ്ങുന്ന ആളുകൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ് ഞാൻ ചെയ്യുന്നത്. വളരെ സാവധാനത്തിൽ, അധികം കോംപ്ലിക്കേറ്റഡ് ആക്കാതെ ലളിതമാക്കിയാണ് ഞാൻ ഓരോ എലമെൻറ്റും വരച്ച് കാണിക്കുന്നത്. നിങ്ങൾ മാക്സിമം ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. സ്കിൻ ടോണിൻ്റെ ഓരോ ഭാഗത്തും ഓരോ ഷെയ്ഡാണ് വരുന്നത്. ചില ഭാഗത്ത് കുറച്ച് കടുപ്പത്തിൽ കാണുന്നുണ്ട്, ചില ഭാഗത്ത് മിഡ് ടോണിലാണ് വരുന്നത്, ചില ഭാഗത്ത് ലൈറ്റ് ടോണിലാണ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് പെൻസിൽ നമ്മൾ ഷെയ്ഡിങ്ങിൽ മാറ്റം വരുത്തുന്നുണ്ട്. കുറച്ച് കട്ടി കൂടിയ രീതിയിൽ ഷെയ്ഡ് കൊടുക്കണം. അങ്ങനെ അത് നിങ്ങൾ കുറേ ചിത്രങ്ങൾ വരച്ച് ഷെയ്ഡ് ചെയ്യുമ്പോൾ ആ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഇനി മീശ വരുന്ന ഏരിയ ഞാൻ കവർ ചെയ്യുന്നുണ്ട്. ഈ ഒരു വർണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ലൈറ്റ് ഫ്ലഷ് കളർ, ലൈറ്റ് ക്രീം കളർ. ഈ ഒരു ഏരിയ നമുക്ക് കവർ ചെയ്തെടുക്കാം. പെൻസിൽ നല്ലപോലെ ഷാർപ്പൻ ചെയ്യുക. മീശ വരുന്നതിൻ്റെ ബേസ് ലെയർ എന്ന് ഞാൻ പറയുന്നില്ല. ഇതിൽ ഇങ്ങനെ നമ്മൾ കൊടുക്കാതെ ജസ്റ്റ് പേപ്പർ വൈറ്റ് മാത്രം അവിടെ ഒഴിച്ചിട്ട് കഴിഞ്ഞാൽ അത്ര റിസൾട്ട് കിട്ടില്ല. നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോർട്രേറ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ ഓക്കെ. പക്ഷേ കളർ പോർട്രേറ്റിൽ ആ ഒരു സ്കിന്നിൻ്റെ ആ ഒരു നിറം മീശയുടെ ഇടയിലൊക്കെ നോക്കുമ്പോൾ കാണണം. അപ്പോഴാണ് ഒരു ഫീൽ കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വർണ്ണം മീശ വരുന്ന ഏരിയയിൽ ഫസ്റ്റ് ലെയർ ആയിട്ട് ഞാൻ കൊടുക്കുന്നത്. ചീക്കിൻ്റെ പോർഷനിലും നമുക്ക് ഈ ഒരു വർണ്ണം ഉപയോഗിച്ചുകൊണ്ട് ബ്ലെൻഡ് ചെയ്യേണ്ട ഭാഗങ്ങൾ ബ്ലെൻഡ് ചെയ്യാം. ഇനി അപ്പർ ലിപ്പിൽ മീശയോട് ചേരുന്ന ഏരിയയിൽ ഈ ഒരു കളർ ടോൺ വെച്ച് തന്നെ ഞാൻ ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. ഇനി അപ്പർ ജോ, താടി വരുന്ന ഭാഗങ്ങൾ, ഈ ഒരു ഏരിയസിലൊക്കെ ഞാൻ ഈ ഒരു വർണ്ണം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഷെയ്ഡ് കൊടുക്കുന്നത്. ലൈറ്റ് ടോൺ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു കളർ ധാരാളമാണ്. ഇനി ലിപ്പിൻ്റെ ഈ ഒരു ഏരിയയിൽ നമുക്ക് ഷെയ്ഡ് ചെയ്യാം. ലിപ്പും സ്കിൻ ടോണും തമ്മിൽ ഒരു ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഏരിയ.
ഇനി ചീക്കിൻ്റെ ഈ ഒരു ഭാഗത്തും ഫസ്റ്റ് ലെയറായിട്ട് ഈ ഒരു ലൈറ്റ് കളർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഷെയ്ഡ് കൊടുക്കാം. ലൈറ്റ് ക്രീം കളറ്. നിങ്ങൾ ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് നല്ലപോലെ സമയം ഇൻവെസ്റ്റ് ചെയ്യുക. അതിൻ്റെ ഫ്ലോ എങ്ങനെയാണ് വരുന്നത്, ഏത് ഭാഗത്തേക്കാണ് ഒരു ഷെയ്ഡിങ് കാണിക്കേണ്ടത്, അതൊക്കെ നോക്കിയിട്ട് വേണം ഷെയ്ഡ് കൊടുക്കാൻ. ഇനി ചെവിയുടെ പോർഷനും നമുക്ക് ഫസ്റ്റ് ലെയർ ഇത് വെച്ച് കവർ ചെയ്തെടുക്കാം. കഴുത്തിൻ്റെ പോർഷൻ ഓൾമോസ്റ്റ് നമ്മൾ ഇവിടം വരെ നമ്മളിന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ബാക്കി ഭാഗങ്ങൾ അടുത്ത പാർട്ടിലായിരിക്കും കാണിക്കുന്നത്. ഈ ഒരു ഏരിയ വരെ നമുക്ക് ഫസ്റ്റ് ലെയർ ഒന്ന് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി ലൈറ്റ് ബേൺ ചെയ്യാന യൂസ് ചെയ്യുന്നുണ്ട്. മൂക്കിൻ്റെ കുറച്ച് ഡാർക്കായിട്ടുള്ള ഏരിയാസ് കവർ ചെയ്തെടുക്കാൻ. ഈ ഒരു ഭാഗത്ത് ഡാർക്ക് ടോൺ ആണ് കാണുന്നത്. മൂക്കിൻ്റെ പുറത്ത്, അതായത് ചീക്കിൻ്റെ പോർഷനാണ്, മൂക്കിൻ്റെ ഔട്ട്ലൈൻ കടന്നു പോകുന്ന ഏരിയ. ഇവിടെ നമ്മൾ ഡാർക്ക് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ആ മൂക്കിൻ്റെ ഹൈലൈറ്റ് കുറച്ചുകൂടെ പ്രൊജക്റ്റ് ചെയ്ത് കാണുന്നത്. മൂക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് ഹൈലൈറ്റ് ആണ്. നമ്മളിപ്പോൾ ചെയ്യുന്നത് ചീക്കിൻ്റെ ഏരിയ ആണ് നമ്മളിപ്പോൾ ഡാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. മൂക്കിൻ്റെ ആ ഒരു ഭാഗത്ത് നമ്മൾ ഹൈലൈറ്റ് ഒഴിച്ചിട്ടിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഡാർക്ക് കൊടുക്കുമ്പോഴാണ് ആ ഒരു ഹൈലൈറ്റ് കുറച്ചുകൂടെ പ്രൊജക്റ്റ് ചെയ്ത് കാണുന്നത്. ഈ ഒരു ഏരിയയിലും ലൈറ്റ് ബേൺ ചെയ്യാൻ ഉപയോഗിച്ചുകൊണ്ട് ഷെയ്ഡ് കൊടുക്കണം. ആ സ്കിൻ ടോൺ കുറച്ച് ഡാർക്കിലാണ് ഈ ഒരു ഭാഗത്ത് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ആ ഒരു കളർ ടോൺ നമുക്ക് ഇത് വെച്ച് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ലൈറ്റ് പ്രഷറിൽ ഷെയ്ഡ് കൊടുക്കണം. ഈ ഒരു ഏരിയ ഷെയ്ഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു കറക്റ്റ് ഷേപ്പ് നോക്കണം. ആ കവിൾത്തടം ആ ഉരുട്ടിയെടുക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ ഷെയ്ഡ് കൊടുക്കണം. ഓക്കെ, അല്ലാതെ ജസ്റ്റ് നമ്മൾ നെറ്റിയിൽ ഷെയ്ഡ് ചെയ്ത പോലെ ഫ്ലാറ്റായിട്ടല്ല ഷെയ്ഡ് ഈ ഒരു ഏരിയയിൽ നമ്മൾ ഷെയ്ഡ് കൊടുക്കുന്നത്. ആ പൊങ്ങി താഴ്ന്ന് ഉള്ള ആ കവിൾത്തടത്തിൻ്റെ ഒരു ഫീല് നമുക്ക് അവിടെ കിട്ടണം. അത് കഴിഞ്ഞാൽ നമുക്ക് ഈ കണ്ണിൻ്റെ ഈ ഒരു ഏരിയയിൽ കുറച്ച് ഡാർക്ക്നെസ് കാണുന്നുണ്ട്. ബേൺ ചെയ്യാൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഷെയ്ഡ് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഏരിയ. ഓരോ ഭാഗവും കറക്റ്റ് നമ്മൾ സ്റ്റഡി ചെയ്യണം, എങ്ങനെയാണ് ഇരിക്കുന്നത് ആ ഒരു പ്രതലം. അതിനനുസരിച്ചാണ് നമ്മൾ ഷെയ്ഡ് കൊടുക്കുന്നത്. ആ നെറ്റിയിൽ ഫോർഹെഡിൽ നമ്മൾ ഫ്ലാറ്റായിട്ട് ഷെയ്ഡ് കൊടുത്തു, എന്നാൽ അതുപോലെയല്ല കവിൾത്തടത്തിൽ ഷെയ്ഡിങ് വരുന്നത്. അതെല്ലാ ഭാഗങ്ങളും ഓരോ മൈന്യൂട്ടായിട്ടുള്ള ഓരോ എലമെൻറ്റും നമ്മൾ നല്ലപോലെ സ്റ്റഡി ചെയ്യണം. ഇനി കുറച്ച് ഡാർക്ക് ബേൺ ചെയ്യാൻ ഞാൻ എടുക്കുന്നുണ്ട്. മൂക്കിൻ്റെ ഏരിയ ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ആദ്യം നമ്മൾ ചെയ്ത ആ ലൈറ്റ് ബേൺ ചെയ്യാൻ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തതിൻ്റെ മേലെ കുറച്ച് ഡാർക്കിൽ ഞാനിപ്പോൾ ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. പെൻസിൽ നല്ലപോലെ ഷാർപ്പൻ ചെയ്യണം, അല്ലെങ്കിൽ ആ ഔട്ട്ലൈൻ നമ്മൾ ഇതിൻ്റെ മേലെ വരക്കുമ്പോൾ ആ മൂക്കിൻ്റെ ഔട്ട്ലൈൻ മാറിപ്പോവും. കുറച്ച് ഷാർപ്പൻ ചെയ്യാതെയാണ് മണിയൊന്നും ഇല്ലാത്ത പെൻസിൽ വെച്ച് വരക്കുമ്പോൾ ടോട്ടലി ആ ഷേപ്പ് മാറിപ്പോവും. ഇനി ഒരു ഏരിയയിലും കുറച്ച് കട്ടിയിൽ കാണുന്നുണ്ട്. കാപ്പി ആ ഒരു ടോണാണ് വരുന്നത്. ഡാർക്ക്നെസ് മെൻഷൻ ചെയ്യുക അതിനനുസരിച്ച്. ഈ ഒരു ഭാഗത്തും അടുത്ത ലെയറായിട്ട് ഈ ഒരു കട്ടി ബേൺ ചെയ്യാൻ ഉപയോഗിച്ചുകൊണ്ട്
ലൈറ്റ് പ്രഷറിൽ ഷെയ്ഡിങ് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഇനി ഫോർഹെഡിൽ മുടിയോട് ചേരുന്ന ഏരിയയിൽ കുറച്ച് ഡാർക്കായിട്ടാണ് ആ ഒരു ഭാഗത്ത് സ്കിൻ ടോൺ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിലും ബേൺ ചെയ്യാനോ ഉപയോഗിച്ചുകൊണ്ട് ഷെയ്ഡ് കൊടുക്കണം മുടിയോട് ചേരുന്ന ഏരിയയിൽ. ഫോർഹെഡിൻ്റെ ഏരിയ പൂർണ്ണമായിട്ടും ഷെയ്ഡിങ് കംപ്ലീറ്റ് ആയിട്ടില്ല. അത് ഓരോ ഭാഗങ്ങളും ഷെയ്ഡ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ബാലൻസ് ചെയ്തെടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, നമ്മൾ വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതൊക്കെ ഭാഗത്ത് ഓക്കെ അല്ല എന്ന് തോന്നുന്നുണ്ടോ ആ സമയത്ത് നമ്മൾ ആ ഒരു ഭാഗം കറക്റ്റ് ചെയ്തെടുക്കുക. ഓക്കെ, ആ ഡ്രോയിങ്ങിൽ പെർഫെക്ഷൻ എന്ന് പറയുന്നൊരു സംഭവമില്ല. അത് നമ്മൾ ഓരോ ലെവലും, ഇപ്പോൾ നമ്മൾ ഏത് ലെവലിലാണോ ആയിരിക്കുന്നത് അടുത്ത ലെവലിലേക്ക് നമ്മൾ മുമ്പോട്ട് പോകാനായിട്ട് പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെ അല്ലാതെ പെർഫെക്ഷൻ എന്ന് പറയുന്ന ഒരു ടേം ഡ്രോയിങ്ങിലില്ല എന്ന് മനസ്സിലാക്കുക. ഓരോ ആർട്ടിസ്റ്റിനും അവരുടേതായ സ്റ്റൈലുണ്ട്. അവർ വരയ്ക്കുന്ന ചിത്രങ്ങൾക്ക് അവരുടേതായ വാല്യൂ ഉണ്ട്, ഭംഗിയുണ്ട്. ഇന്നത് നല്ല ചിത്രങ്ങളാണ് അല്ലെങ്കിൽ ഇന്നത് മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാ ചിത്രങ്ങൾക്കും അതിൻ്റേതായ ക്വാളിറ്റി ഉണ്ട്, വാല്യൂ ഉണ്ട്. ഓക്കെ, നമ്മൾ കഴിയുന്നത്രയും ബെറ്റർ ആക്കി എടുക്കുക എന്ന് മാത്രം. ഈ ഒരു ഏരിയ ഞാൻ പെൻസിൽ കുറച്ച് മേലെ പിടിച്ചിട്ട് ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. നമ്മൾ പെൻസിൽ മേലെ പിടിച്ച് ഷെയ്ഡ് കൊടുക്കുമ്പോൾ ലൈറ്റ് പ്രഷറിൽ നമുക്ക് ഷെയ്ഡ് കൊടുക്കാനായിട്ട് പറ്റും. ഇനി നോസ്ട്രില്, മൂക്കിൻ്റെ ഹോള്, ഈ ഒരു ഭാഗത്ത് ഷേപ്പ് മാറിപ്പോവാതെ ഏതൊക്കെ ഭാഗത്ത് ആ ഒരു ഡാർക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ ആ ഒരു ഹോളിൻ്റെ ഷേപ്പ് മാറിപ്പോകാൻ പാടില്ല. ഓക്കെ, പുറത്തേക്കൊക്കെ ഇത് ഷെയ്ഡിങ് പോയി കഴിഞ്ഞാൽ ഷേപ്പ് മാറിപ്പോകും ഷെയ്ഡിങ്ങിൻ്റെ. അതുകൊണ്ട് പെൻസിൽ നല്ലപോലെ ഷാർപ്പൻ ചെയ്തിട്ട് നോസ്ട്രിൽ നമ്മൾ എവിടെ തൊട്ട് എവിടം വരെ മാർക്ക് ചെയ്തിട്ടുണ്ടോ ആ ഏരിയയിൽ മാത്രം ഷെയ്ഡ് കൊടുക്കണം. ഇനി മൂക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് കുറച്ച് ഒരു കളർ ടോണിൽ വേരിയേഷൻ കാണുന്നുണ്ട്, കുറച്ച് ഡാർക്ക് പോലെ. അതും നമുക്കൊന്ന് ഷെയ്ഡ് ചെയ്തെടുക്കാം. നോസ് ഡ്രോയിങ്ങിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു ഭാഗം ലൈറ്റ് സോഴ്സ് നമ്മൾ ഫിക്സ് ചെയ്യണം. എല്ലാ ഏരിയയിലും നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നില്ല, ഡാർക്കായിട്ട് ഷെയ്ഡ് കൊടുക്കുന്നില്ല. ആ ലൈറ്റ് വരുന്ന ഭാഗം ഞാനിങ്ങനെ കണ്ടില്ലേ, ആ മൂക്കിൻ്റെ പാലം നോക്കിയാൽ മനസ്സിലാവും. ആ ഒരു ഭാഗത്ത് അധികം കട്ടിയിൽ ഞാൻ ഷെയ്ഡ് കൊടുത്തിട്ടില്ല, ലൈറ്റ് വരുന്ന ഭാഗമാണ്. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ കളർ ടോൺ നമ്മൾ കൊടുക്കണം. നമുക്ക് വേണമെങ്കിൽ പേപ്പർ വൈറ്റ് ഒഴിച്ചിടാം,
അതല്ല എങ്കിൽ ഇറേസർ മെത്തേഡ് യൂസ് ചെയ്യാം. ബിഗിനേഴ്സിന് ഏറ്റവും ബെസ്റ്റ് ഇറേസർ കൊണ്ട് ഉപയോഗിക്കുന്നതാണ്. ഇറേസർ മെത്തേഡാണ് ഹൈലൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഇറേസർ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും. ആ ഒരു മെത്തേഡാണ് ഞാനിവിടെ കാണിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ആദ്യം ആ നോസിൻ്റെ ഒരു ഔട്ട്പുട്ട് നമ്മൾ കൊണ്ടുവരണം. ഏകദേശം ഒരു ഐഡിയ നമ്മൾ ഷെയ്ഡ് ചെയ്തെടുക്കണം. എന്നിട്ട് ഹൈലൈറ്റിൻ്റെ ഭാഗം അവസാന ഭാഗത്താണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. കഴിയുന്നത്ര നമുക്ക് ഒഴിച്ചിടാൻ പറ്റുന്നത്രയും നമുക്ക് ഒഴിച്ചിടാം. പേപ്പർ വൈറ്റ് ഇല്ലെങ്കിൽ അധികം കളർ കൊടുക്കാതെ നോക്കാം. ഹൈലൈറ്റ് വരേണ്ട ഭാഗത്തേക്ക് അധികം ഡാർക്കിൽ കളർ ചെയ്യാണ്ടിരുന്നാലും മതി. അങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് അങ്ങനെ ഫോളോ ചെയ്യാം. അതല്ല ഇറേസർ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ ബെറ്റർ എന്ന് തോന്നുന്നത് ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാം. ഇനി ചീക്കിൽ കുറച്ച് ഹൈലൈറ്റ് പോലെ കാണുന്നുണ്ട്, പ്രകാശം അടിക്കുന്ന ഏരിയ. അത് ഞാൻ വൈറ്റ് പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് കറക്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ഏരിയ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നല്ല ലൈറ്റ് ടോണാണ് ഇവിടെ ആവശ്യമായിട്ട് വരുന്നത്. അതിനായിട്ട് ഞാൻ പേപ്പർ വൈറ്റ് ഒഴിച്ചിട്ടതല്ല, ആ ഒരു ഭാഗത്ത് ഞാൻ അധികം ഷെയ്ഡ് കൊടുത്തിട്ടില്ല. വൈറ്റ് സ്പോട്ട് വേണ്ട ഭാഗത്ത് ഞാനിപ്പോൾ വൈറ്റ് പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് ഷെയ്ഡ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വൈറ്റ് പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് ഷെയ്ഡ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, നമുക്ക് നല്ലപോലെ കളറ് നമ്മൾ ആദ്യം ചെയ്ത ലെയറുകളെ നല്ലപോലെ ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി മൂക്കിൻ്റെ ഹോള്, നോസ്ട്രിൽ നമുക്ക് ഷെയ്ഡ് കൊടുക്കാം. പ്യുവർ ബ്ലാക്ക് പെൻസിലാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ലെയറായിട്ട് ബേൺസ് ചെയ്യാൻ ഉപയോഗിച്ചുകൊണ്ട് ഷെയ്ഡ് കൊടുത്തിരുന്നു. ഓക്കെ, ഇനി ലെഫ്റ്റ് സൈഡുള്ള നോസ്ട്രിലും നമുക്ക് വരച്ചെടുക്കണം. നമ്മൾ ആദ്യം ഔട്ട്ലൈൻ ചെയ്തത് ഒരിക്കലും തെറ്റിപ്പോകാൻ പാടില്ല. ആ ഒരു ഹോളിൻ്റെ വലിപ്പം കറക്റ്റ് നോക്കണം. അപ്പുറത്തേക്ക് ഷെയ്ഡ് പോകാൻ പാടില്ല. അപ്പോൾ ക്യാരക്ടർ മാറാൻ ചാൻസ് ഉണ്ട്. ഈവൻ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യണം. ഇനി നോസിൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം. ഇറേസർ പെൻസിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ലൈറ്റ് സോഴ്സ് ഏതൊക്കെ ഭാഗത്താണ് വരുന്നതെന്ന് നോക്കി നമുക്ക് ഇറേസർ പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് ഹൈലൈറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു പോർഷനിൽ കുറച്ചുകൂടെ ഡെപ്ത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓരോ എലമെൻറ്റും ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യും. കണ്ടില്ലേ, ഈ ഒരു ഭാഗത്ത് പ്രകാശം അടിക്കുന്ന ആ ലൈറ്റ് സോഴ്സ് കാണുന്ന ഏരിയ ആണ്. അപ്പോൾ അവിടെ നമുക്ക് ഇറേസർ പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് നല്ലപോലെ ഹൈലൈറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു ഏരിയ ഒക്കെ നമുക്ക് ഇറേസർ പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷേ മുടിയുടെ മോഷൻ നമുക്ക് ഇറേസർ പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ ഹൈലൈറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആ ഒരു ഏരിയ ഇറേസർ പെൻസിലിന് പകരം ഇലക്ട്രിക് ഇറേസർ ആയിരിക്കും മുടിയൊക്കെ ഹൈലൈറ്റ് ചെയ്യാൻ കുറച്ചുകൂടെ ബെറ്റർ. അപ്പോൾ നിങ്ങൾ പറ്റുന്ന ആളുകളാണ് എങ്കിൽ ഇലക്ട്രിക് ഇറേസർ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഹെയറിൻ്റെ പോർഷനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഓരോ ഭാഗത്തും ഓരോ ടൂളുകൾ ഉപയോഗിക്കുന്നതായിരിക്കും ബെറ്റർ. നോർമൽ സ്കിൻ ടോണിൻ്റെ ഏരിയാസൊക്കെ നമുക്ക് ഇറേസർ പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് നല്ലപോലെ ഇറേസർ ചെയ്യാൻ പറ്റുന്നുണ്ട് കളർ പെൻസിലിലും. പക്ഷേ ഡാർക്ക് കൂടുന്നതിനനുസരിച്ച് ഇപ്പോൾ മുടിയൊക്കെ നമ്മൾ വരയ്ക്കുമ്പോൾ നല്ല പ്രഷർ കൂട്ടിയിട്ടാണ് നമ്മൾ ചെയ്തത്. കട്ടിയിൽ വരയ്ക്കുന്ന ഏരിയാസ് ഇറേസർ പെൻസിൽ കൊണ്ട് ഇറേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കളർ പെൻസിൽ. അത് ഫസ്റ്റ് പാർട്ടിൽ ഞാൻ പറഞ്ഞിരുന്നു. അതൊന്നുകൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സ്കിൻ ടോണിൻ്റെ ഏരിയ മായ്ക്കാൻ അത്ര ബുദ്ധിമുട്ട് തോന്നുന്നില്ല. ചീക്കിൻ്റെ ഈ ഒരു പോർഷനിലും ലൈറ്റിൻ്റെ ഡയറക്ഷൻ കാണുന്നുണ്ട്, ലൈറ്റ് സോഴ്സ് കാണുന്നുണ്ട്. ഈ ഒരു ഏരിയയും നമുക്ക് ഒന്ന് ഇറേസ് ചെയ്തെടുക്കാം. കണ്ടില്ല, സ്കിൻ ടോൺ ഈ ഒരു ഭാഗമൊക്കെ നമ്മൾ ലൈറ്റായിട്ടാണ് നമ്മൾ ഷെയ്ഡ് കൊടുത്തത്. അതുകൊണ്ട് നമുക്കതൊക്കെ നല്ലപോലെ ഇറേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്.
ഇനി ശ്രദ്ധിക്കുക, നമുക്ക് ചീക്കിൻ്റെ പോർഷൻ റൈറ്റ് സൈഡിൽ ലെയറിങ് ചെയ്യാം. ലൈറ്റായിട്ടുള്ള ക്രീം കളറാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. സ്കിൻ ടോണിൻ്റെ പോർഷൻ ഒന്ന് ഷെയ്ഡ് ചെയ്തെടുക്കാം. ഇനി അടുത്ത പെൻസിൽ യൂസ് ചെയ്യാം. ബേൺസിയാന, ലൈറ്റ് ബേൺസിയാനയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇത് വെച്ച് കുറച്ചുകൂടെ കട്ടിയുള്ള ടോൺ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മളിതുപോലെ ഒരുപാട് ലെയറിങ് ചെയ്യുമ്പോഴാണ് നമുക്ക് കളർ ടോൺ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തി എടുക്കാനായിട്ട് പറ്റുക. അതൊക്കെ നിങ്ങൾ നല്ലപോലെ സ്റ്റഡി ചെയ്യണം. ജസ്റ്റ് ഒറ്റൊരു പെൻസിൽ കൊണ്ട് മാത്രമല്ല ഓരോ ഭാഗവും നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നത്. കളർ പെൻസിൽ ഡ്രോയിങ്ങിൽ ഒരുപാട് പെൻസിലുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് വൈറ്റ് പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നല്ലപോലെ സ്മൂത്തായിട്ട് ബ്ലെൻഡ് ചെയ്യാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ ചെയ്ത രണ്ട് പെൻസിലിൻ്റെ ലെയേഴ്സും തമ്മിൽ നല്ലപോലെ ബ്ലെൻഡായിട്ട് കിട്ടണം. ഫേസിലെ ബ്ലെൻഡിങ് ചെയ്യാനായിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഫോർഹെഡിലും ബ്ലെൻഡ് ചെയ്യാനുണ്ട്. ഇനി നമുക്ക് ലിപ് ഡ്രോയിങ്ങിലേക്ക് കിടക്കാം. ലൈറ്റ് റോസ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഫസ്റ്റ് ലെയർ ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. ലിപ്പ് സ്റ്റഡീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലോവർ ലിപ്പും അപ്പർ ലിപ്പും, മേൽ ചുണ്ട് പൊതുവെ താഴത്തെ ചുണ്ടിനേക്കാൾ ഡാർക്ക് കൂടിയ രീതിയിലായിരിക്കും കാണാനായിട്ട് പറ്റുക. അത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യണം. ഞാനിപ്പോൾ ആദ്യം ചെയ്യുന്നത് താഴത്തെ ലിപ്പാണ്. അതിന് കുറച്ചുകൂടെ കളറ് കാണുന്നുണ്ടാവും, റോസ് പോലെ കാണുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ മെയിനായിട്ടും ഫസ്റ്റ് ലെയർ റോസ് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി കുറച്ചുകൂടെ കട്ടിയുള്ള റോസ് ഞാൻ എടുത്തിട്ടുണ്ട്, അതിൻ്റെ സൈഡ് ഭാഗത്തെ ഈ ഒരു പോർഷൻ ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ലൈറ്റ് റോസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ വീണ്ടും ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്.
മേൽ ചുണ്ടിൻ്റെ പോർഷൻ ഇനി നമുക്ക് ബേൺ സിയാന ഉപയോഗിച്ചുകൊണ്ട് ഷെയ്ഡ് കൊടുക്കാം. ലൈറ്റ് ബേൺ സിയാനയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു മേൽ ചുണ്ട് താഴത്തെ ചുണ്ടിനേക്കാൾ കുറച്ച് ഡാർക്കായിട്ടായിരിക്കും കാണാനായിട്ട് കഴിയുക. അപ്പോൾ അതൊക്കെ നമ്മൾ നല്ലപോലെ സ്റ്റഡി ചെയ്യണം, നല്ലപോലെ നോക്കണം. ഇനി ഈ ഒരു എഡ്ജിൽ കുറച്ച് ഡാർക്ക് പോലെ കാണുന്നുണ്ട്. ഇത് പെൻസിൽ നല്ലപോലെ ഷാർപ്പൻ ചെയ്തിട്ട് നമുക്ക് വരച്ചെടുക്കാം. ഔട്ട്ലൈൻ്റെ പുറത്തേക്ക് പോകാൻ പാടില്ല, അതുകൂടെ നല്ലപോലെ ശ്രദ്ധിക്കണം. ഇനി ഈ ഒരു ലൈറ്റ് ക്രീം കളർ ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്യാം. ഈ ഒരു ഭാഗത്ത് കുറച്ചുകൂടി ഡാർക്ക് ടോണിൽ ഞാൻ ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. ബേൺ സിയാന, ഡാർക്ക് ബേൺ സിയാനയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ആദ്യം ലൈറ്റ് ബേൺ സിയാന ഉപയോഗിച്ച് ചെയ്തു, അത് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തു. എന്നിട്ടിപ്പോൾ ഡാർക്ക് ബേൺ സിയാന വെച്ച് ആ ഒരു ലെയർ ഞാൻ ചെയ്യുന്നുണ്ട്. മുഴുവനായിട്ടും ഷെയ്ഡ് കൊടുക്കുന്നില്ല. ഈ ഒരു ഔട്ട്ലൈൻ്റെ ഈ ഒരു ഏരിയ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. മേൽച്ചുണ്ട് മുഴുവനായിട്ടും ഷെയ്ഡ് കൊടുക്കുന്നില്ല, ഡാർക്ക് ചെയ്യുന്നില്ല. ഇനി ഒരു ഗ്രേ പെൻസിൽ എടുക്കുന്നുണ്ട്. താഴത്തെ ലിപ്പിൻ്റെ ഈ ഒരു ഭാഗം ഒന്ന് ഷെയ്ഡ് കൊടുക്കാനായിട്ടാണ്. ലൈറ്റായിട്ട് ഒന്ന് ഷെയ്ഡ് കൊടുക്കുക. ചെറുതായിട്ട് ഈ ഒരു കളറ് ആ ഒരു ലിപ്പിൽ കാണുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള വാല്യൂ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്യാം. ലിപ്പിൽ നമ്മൾ ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് ലൈറ്റായിട്ടൊന്ന് ഹൈലൈറ്റ് പോലെ കാണുന്നുണ്ട്. ഇറേസർ മെത്തേഡാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇറേസർ പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് ഞാനൊന്ന് ഇറേസ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഷെയ്ഡ് കൊടുത്ത ഭാഗങ്ങളൊക്കെ നമുക്ക് ഒന്ന് മായ്ച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ കണ്ടില്ലേ, ആ ഒരു ഹൈലൈറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ലൈറ്റ് ടോൺ ആണ് അവിടെ ആവശ്യം. പെർഫെക്റ്റ് ഹൈലൈറ്റ് വൈറ്റ് സ്പോട്ടായിട്ടല്ല, ഒരു ലൈറ്റ് ടോണും അതിന് ചുറ്റും ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡുമാണ് ആ ഒരു ഭാഗത്ത് നമുക്ക് വേണ്ടത്. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ആ ഒരു ഭാഗം ഒരു ആവറേജ് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഞാൻ ഡാർക്കായിട്ട് ഷെയ്ഡ് ചെയ്തെടുത്തു.
എന്നിട്ട് അതിന് ശേഷം ലൈറ്റ് വേണ്ട കളറ് ഇറേസർ പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് ഇറേസ് ചെയ്തെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു റിസൾട്ട് നമുക്ക് ബിഗിനേഴ്സിന് എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി ലോവർ ലിപ്പിൽ ഹൈലൈറ്റ് വേണ്ട ഭാഗങ്ങൾ നമുക്ക് മായ്ച്ചെടുക്കാം. ആ ലൈറ്റ് ടോൺ വേണ്ട ഭാഗം. ഓക്കെ, പെർഫെക്റ്റ് ഹൈലൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് വൈറ്റ് സ്പോട്ടാണ്. പക്ഷേ ഞാൻ വൈറ്റ് സ്പോട്ടല്ല, ആ ലൈറ്റ് കളറ് വേണ്ടത് ഞാനൊന്ന് ഇറേസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അത്ര മാത്രം. ഇനി നമുക്ക് കയ്യിൽ ഇലക്ട്രിക് ഇറേസർ ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഇനി മീശ വരുന്ന ഏരിയ. ഓക്കെ, ആ മീശയോട് ചേരുന്ന ഈ ഒരു ഭാഗം ഫസ്റ്റ് ലെയറായിട്ട് ഞാൻ ഈ ഒരു ഗ്രേ കളറാണ് ഉപയോഗിക്കുന്നത് മീശയുടെ ആ ഒരു രോമങ്ങൾ വരയ്ക്കാനായിട്ട്. നല്ലപോലെ ഷാർപ്പൻ ചെയ്തിട്ട് തന്നെ യൂസ് ചെയ്യുക. ആ മീശ വരക്കുന്ന സമയത്ത് ആ ബിഗിനേഴ്സ് ശ്രദ്ധിക്കേണ്ടത് ആ ലൈറ്റ് ഡയറക്ഷൻ നോക്കി ഹൈലൈറ്റ് ഇങ്ങനെ ഒഴിച്ചിട്ട് ആ ഷെയ്ഡ് ചെയ്യുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഓക്കെ, എല്ലാ ഭാഗത്തും ആ വൈറ്റ് ഹെയർ കാണണമെന്നില്ല, ഒബ്സർവ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. ആ റെഫറൻസ് നോക്കുമ്പോൾ ആ മുടിയുടെ ഈ ഒരു പോർഷനിൽ കുറച്ച് വൈറ്റ് സ്പോട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയ നമ്മൾ ഒഴിച്ചിടുക. ഓക്കെ, ലൈറ്റ് ഡയറക്ഷൻ നോക്കുക. ലൈറ്റ് സോഴ്സ് എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് വരുന്നത് അതിനനുസരിച്ച് നമ്മൾ വരക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ബ്രൗൺ കളർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മീശയുടെ പോർഷൻ ഒന്ന് വരച്ചെടുക്കണം. അടുത്ത ലെയറായിട്ട് ചെയ്യാം. നല്ലപോലെ ഷാർപ്പൻ ചെയ്തിട്ട് തന്നെ ഓരോ ഹെയറും വരക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു ഏരിയയിലും ബ്രൗണിഷ് ആയിട്ട് കാണുന്നുണ്ട് ഹെയറിൻ്റെ പോർഷൻ. അപ്പോൾ ആ ഒരു ബേസ് ലെയറിൽ നമുക്കത് ഉപയോഗിച്ചുകൊണ്ട് ഓരോ ഹെയറും വരച്ചെടുക്കുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഇനി ഇതിൻ്റെ മേലെ ബ്ലാക്ക് പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് വരക്കുമ്പോൾ ആ ഒരു പെർഫെക്ഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും. ആ ബ്ലാക്ക് ഉപയോഗിക്കുന്നുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ബ്ലാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫിനിഷിങ് കിട്ടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആ മീശയുടെ പോർഷനൊക്കെ വരക്കുന്ന സമയത്ത് മീശ നമ്മൾ ഹെയർ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളൂ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ, അതുപോലെ നമ്മൾ മീശ വരക്കുമ്പോൾ ഒരു ഓവറോൾ ഷേപ്പ് നമ്മൾ ഒന്ന് ബിൽഡ് ചെയ്തെടുക്കുക. ഓക്കെ, നിങ്ങൾ അത്ര ഒന്ന് ശ്രദ്ധ കൊടുത്താൽ മതി. സ്റ്റാർട്ടിങ്ങിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിൽ നിന്നുകൊണ്ട് ചെയ്യുക. ബിഗിനേഴ്സിന് കൂടുതൽ പ്രയോറിറ്റി കൊടുത്തുകൊണ്ടാണ് ഈ ഒരു ക്ലാസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡിലാണ്, ആ ഒരു ലെവലിലാണ് ഞാൻ ഈ ഒരു ചിത്രം വരച്ചിട്ടുള്ളത്. മീശയുടെ ഈ ഒരു പോർഷനിൽ ഈ ഒരു ഭാഗം നല്ല ഡാർക്കിലാണ്, കുറച്ചുകൂടെ ഡാർക്കിലാണ് കാണുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് ഹെയർസ് നമ്മൾ ഗ്രൂപ്പായിട്ട് ചെയ്യണം. ലൈറ്റായിട്ട് കാണുന്ന ഏരിയസിൽ ഹെയർ കുറേശ്ശെ മെൻഷൻ ചെയ്താൽ മതി. ഡാർക്കായിട്ട് കാണുന്ന ഭാഗത്ത് കുറേ ഹെയർസ് നമ്മൾ വരയ്ക്കണം. ഓക്കെ, അവിടെ ഹൈലൈറ്റ് കുറവായിരിക്കും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം.
മീശയുടെ പോർഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി തൊട്ട് താഴെയുള്ള ബിയേഡിൻ്റെ പോർഷൻ നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. അതിൻ്റെ ഓവറോൾ ഐഡിയ ഒന്ന് ഞാൻ മാർക്ക് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇനി ബ്രൗൺ ഉപയോഗിക്കാം. ആ ബിയേഡ് ഈ ഒരു ഭാഗത്ത് ബ്രൗണിഷ് ആയിട്ടാണ് ആ ഒരു ഹെയർ കാണുന്നത്. അപ്പോൾ ആ ഒരു കളർ ടോൺ കിട്ടാനായിട്ട് ബേൺ ചെയ്യാനോ അല്ലെങ്കിൽ കാപ്പി വർണ്ണം ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ബേസ് ലെയർ നമ്മൾ ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ ബ്ലാക്ക് കൊടുക്കുമ്പോൾ ആ ഒരു ഫീൽ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. ഇനി ഞാനിപ്പോൾ അതിൻ്റെ മേലെ ബ്ലാക്ക് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ടോണാണ് നമുക്ക് ആവശ്യം. ഇനി സാവധാനം ബിയേഡിൻ്റെ പോർഷൻ നമുക്ക് ചെയ്തെടുക്കാം. അതിനു മുമ്പായിട്ട് ഈ ഒരു ഏരിയ ആ സ്കിൻ ടോൺ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതൊക്കെ വന്നതിന് ശേഷം മാത്രമേ ഇനി താടിയുടെ പോർഷൻ നമുക്ക് ചെയ്യാനായിട്ട് പറ്റൂ. ആ കവിൾത്തടം, അതേപോലെ തന്നെ ഈ ഒരു ജോയുടെ ഒരു ഏരിയ, ഇവിടെയൊക്കെ നമുക്ക് സ്കിൻ ടോൺ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണം. ആ ലൈറ്റായിട്ടുള്ള ആ ഒരു ക്രീം കളറാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഒന്നുകിൽ നിങ്ങൾക്ക് ലൈറ്റ് ഓറഞ്ച് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ലൈറ്റ് ഈ ഒരു ക്രീം കളർ യൂസ് ചെയ്യാം. ഇനി നമുക്ക് ബിയേഡിൻ്റെ പോർഷൻ ഗ്രേ പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് ആ ഗ്രേ കളർ ടോൺ ഉപയോഗിച്ചുകൊണ്ട് മാർക്ക് ചെയ്തെടുക്കാം.
ഇനി ബേൺ ചെയ്യാനായി യൂസ് ചെയ്ത് ബിയർഡിൻ്റെ പോർഷൻ ബ്രൗണിഷ് ആയിട്ടുള്ള കളർ ടോൺ വേണ്ട ഭാഗങ്ങൾ നമുക്ക് മാർക്ക് ചെയ്തെടുക്കണം. ഇനി അടുത്ത ലെയറായിട്ട് പ്യുവർ ബ്ലാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഷെയ്ഡ് ചെയ്തെടുക്കാം. ഓരോ ഹെയർസായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്യാം. അതിൻ്റെ ഇടയിൽ ഹൈലൈറ്റ് വേണ്ട ഭാഗങ്ങൾ ഒഴിച്ചിടുന്നുണ്ട്. ആ ബിയർഡിൻ്റെ പോർഷൻ കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു ഷേപ്പ് എക്സാക്ട്ലി കൊണ്ടുവരാനായിട്ട് പറ്റുക. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ടില്ല. മസ്റ്റാഷ് കംപ്ലീറ്റ് ആയിട്ടില്ല, ബിയർഡ് കംപ്ലീറ്റ് ആയിട്ടില്ല, ഫേസിൻ്റെ ഏരിയ കംപ്ലീറ്റ് ആയിട്ടില്ല. അടുത്ത പാർട്ടിലായിരിക്കും നമ്മളിത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇതിൽ ഞാൻ ഈ ഒരു ഡ്രോയിങ്ങിനെ അധികം കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ടില്ല. ബിഗിനേഴ്സിന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ് ഞാൻ വരക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പാർട്ട് 3 ക്ലാസ് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരച്ച് മുമ്പോട്ട് പോവുക. ഓക്കെ, ആക്ഷൻസ് എടുക്കുക, മുമ്പോട്ട് പോവുക. ജസ്റ്റ് കാഴ്ചക്കാരായിട്ടും കേൾവിക്കാരായിട്ടും നിങ്ങൾ ഇരിക്കരുത്. പ്രാക്ടീസ് ചെയ്ത് മുമ്പോട്ട് പോവുക. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ നൈസ് ഡേ. ബൈ.